വാർത്തകൾ തുടരുന്നു. പെരിങ്ങോട്ടുകര താന്യം സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം തുടങ്ങി. ഞായറാഴ്ച വൈകിട്ട് തറവാട് പള്ളിയായ പഴുവിൽ ഫെറോന പള്ളിയിൽ നിന്നും ആരംഭിച്ച വാഹന വിളംബര ജാഥയോടെയായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വികാരി ഫാദർ ആന്റണി ആലുക്ക വാഹന റാലിക്ക് ദീപശിഖ തെളിയിച്ചു നൽകി. വിളംബര ജാഥ താന്യം പള്ളിയിലെത്തിയ ശേഷം പതാക ഉയർത്തൽ നടന്നു. തുടർന്നുള്ള ദിവ്യബലിക്ക് ശേഷം വിശിഷ്ടാതിഥികൾ 50 വൃക്ഷത്തൈകൾ നട്ടു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. 50 വർഷം പൂർത്തിയാവുകയും അതിന്റെ ആഘോഷങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന കാലഘട്ടം. അതിരൂപത ആഗോള സഭ ഈ വർഷം വിശ്വാസ വർഷമായിട്ട് അതിരൂപത വിശ്വാസ പ്രാർത്ഥന വർഷമായിട്ട് ആചരിക്കുമ്പോൾ നീണ്ട 50 വർഷത്തെ വിശ്വാസ പാരമ്പര്യം അതിനു മുൻപ് കപ്പേടയായിട്ടും വളരെ ത്യാഗത്തോടുകൂടി പടുവിൽ പണിയിൽ പോയി വെളിയിൽ പങ്കെടുത്തുകൊണ്ട് വിശ്വാസം സംരക്ഷിക്കുകയും പിൻതലമുറയ്ക്ക് കൈമാറുകയും ചെയ്ത പ്രസിദ്ധമായ തൃപ്പയാർ അമ്പലത്തിന്റെ പരിസരത്ത് ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷികളാകുന്ന താന്യം തൃപ്പയാർ ദേവാലയത്തിലെ അംഗങ്ങളുടെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവിടെ 110 വീട്ടുകാരുള്ളതിലെ എല്ലാവരും തന്നെ എല്ലാ പരിപാടികളിലും സഹകരിക്കുന്നവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഏറെയാണ്. പല പള്ളികളിലും നേതൃത്വത്തിന് ആൾക്കാരെ കിട്ടാത്തവരും. മേയർ IP പോൾ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഫാദർ പോൾ തെക്കാനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ട്രസ്റ്റി CO ജോസ്, ലീന ഷാജി, മേബിൾ തോമസ്, ആൻഡോ ഒല്ലൂക്കാരൻ, ജോർജ് വാലിക്കുടത്ത്, ഡെയ്സി സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. വാടാനപ്പള്ളിയിൽ അമിത പലിശയ്ക്ക് പണം കടം കൊടുത്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗണേശമംഗലം ബീച്ച് സ്വദേശി പുതിയ വീട്ടിൽ ഹനീഫയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുദ്രപത്രങ്ങൾ, ബ്ലാങ്ക് ചെക്കുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മണി ലാൻഡിംഗ് ആക്ട് പ്രകാരമാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പുനർനിർമ്മിക്കുന്ന മുറ്റിച്ചൂർ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ ശിലാസ്ഥാപനം നടത്തി. വിശുദ്ധ ധൂപത്താലും മുറ്റിച്ചൂർ പ്രദേശം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ. പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഫാദർ പോൾ തേക്കാനത്ത്, പള്ളി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KA ജോൺ, ട്രസ്റ്റിമാരായ EC പോൾ, PV പോൾ, വിൻസെന്റ്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം CK ദിവ്യാനന്ദൻ തുടങ്ങിയവരും സംബന്ധിച്ചു. കൊടുങ്ങല്ലൂർ പ്രതീക്ഷ ഫൗണ്ടേഷന്റെ മാധ്യമ അവാർഡുകൾ സമ്മാനിച്ചു. കൊടുങ്ങല്ലൂരിൽ നടന്ന അവാർഡ് സമർപ്പണ സമ്മേളനം കേരള വഖഫ് ബോർഡ് ചെയർമാൻ സെയ്താലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പത്രക്കാർ എഴുതി പറഞ്ഞ ഒരു ഭാഷ എന്നൊക്കെ നിലയ്ക്ക് ചരിത്രമുറങ്ങുന്ന എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ചരിത്രം സൃഷ്ടിച്ച ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ തന്നെ വികാസ പരിണാമങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞത്. അത് ഒരു വലിയ പാരമ്പര്യത്തിന്റെ ഒരു തുടർച്ചയുമാണ്. KK ജമാലു അധ്യക്ഷനായി. മാതൃഭൂമി കൊടുങ്ങല്ലൂർ ലേഖകൻ CS ദിനേശൻ, TCV കൊടുങ്ങല്ലൂർ ലേഖകൻ നവാസ് പടുവിങ്ങൽ, മാധ്യമപ്രവർത്തകരായ KK ഷാഹിന,
ജസ്ന ജമാൽ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. റിട്ടയർഡ് ജഡ്ജി ഫാത്തിമ ബിവി, അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത്, ഡോക്ടർ TN വാസുദേവ പണിക്കർ, E കൃഷ്ണകുമാർ എന്നിവരും പ്രസംഗിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാക്കളായ CB ഷക്കീല, PM സീതി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. നെഞ്ചുവേദനയെ തുടർന്ന് ബൈക്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന രോഗി കുഴഞ്ഞു വീണ് മരിച്ചു. മേത്തല സ്വദേശി ഊരേക്കാടൻ കുമാരന്റെ മകൻ സത്യൻ എന്ന 45-കാരനാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അഴീക്കോട് പുത്തൻപള്ളിക്കടുത്തായിരുന്ന സംഭവം. ബൈക്കിന് പുറകിലിരുന്ന് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന സത്യൻ ബൈക്കിൽ നിന്ന് വീഴുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനം ടാഗോർ ലൈബ്രറി സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കവിതാ സായാഹ്നവും കവിയരങ്ങും നടന്നു. അഴീക്കോട് ലൈറ്റ് ഹൌസിനടുത്ത് മത്സ്യബന്ധന ബോട്ട് കടലിൽ മുങ്ങി. മത്സ്യത്തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പെരിങ്ങോട്ടുകര താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.